ഇപ്പം രാജേട്ടൻ പറഞ്ഞില്ലേ ദേവനന്ദ ഉണ്ടെങ്കിൽ ഈ സിനിമ നടക്കുള്ളൂ. അപ്പൊ ദേവനന്ദ ഉള്ള കാരനാണ് എനിക്കൊരു ചാൻസ് കിട്ടിയത് ഈ സിനിമയിൽ അഭിനയിക്കാൻ. സൈജോങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആണ്. നമുക്ക് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാം. ഇപ്പൊ മാളികപ്പുറം 2 വരുമ്പോഴത്തേക്കും നീ എന്തായാലും ഇത് സൈജുവിനോട് ചോദിക്കണം എന്നോട് പറയായിരുന്നു. അല്ല, എന്റെ ആഗ്രഹം പ്രീക്വൽ വരണമെന്നാണ്. എന്നാലും ഞാൻ ഉണ്ടാവുള്ളൂ. മാളികപ്പുറം എൻ്റെ 12ാമത്തെ സിനിമയാണ്. അതിന് മുമ്പ് 11 സിനിമകൾ അഭിനയിച്ചു. ആർക്കും അങ്ങനെ അറിയില്ലായിരുന്നു. നമ്മൾ ചോദിക്കണം ഇന്ന മൂവി കണ്ടിരുന്നു, അപ്പോൾ അവർ കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ പറയണം ഇന്ന സീനിൽ കണ്ടിരുന്നോ, അപ്പോൾ അവർ അപ്പം എനിക്കത് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഇത്രയും മൂവീസ് അഭിനയിച്ചു എന്നിട്ടും ആർക്കും അറിയില്ലായിരുന്നു. എനിക്ക് പേഴ്സണലി ചോദിക്കാനുള്ള ചോദ്യം ഡേറ്റ് തരാമെന്ന് മാത്രമാണ്. ഇതിപ്പം എന്താണ്, ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി ക്യാച്ച് പിടിക്കുന്ന പോലെയാണ്. ഞാൻ അഭിലാഷിനെ കാണുമ്പോൾ പറയും, അഭിലാഷ് ഇപ്പൊ അടുത്ത പടത്തിൽ ഞാൻ ഉണ്ടല്ലോ അല്ലേ, ചേട്ടൻ ഡേറ്റ് തരുമല്ലോ അല്ലേ. ദേവുട്ടി പറഞ്ഞ പാട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്തോട്ടെ, എനിക്ക് നങ്ങേലി പോവേ. ഓ ഓക്കെ. ഞാൻ വെസ്റ്റേൺ മ്യൂസിക് പഠിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വെസ്റ്റേൺ പാട്ട് കേൾക്കാം അല്ലേ? ഞാൻ തൽക്കാലം നങ്ങേലിപ്പൂ തന്നെ പാടിത്തരാം. നങ്ങേലിപ്പൂവേ കുന്നോളം ദൂരെ ഒന്നായി പോവണ്ടേ, ചെങ്ങാതിവാവേ നിന്നോട് കൂടെ കണ്ണായി ഞാനില്ലേ. Hi, hello viewers, welcome to Django Space and you're watching our show On Air with Meenakshi. So, ഇന്ന് ഓൺ എയറിൽ ഓൺ സ്ക്രീൻ നിങ്ങൾക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു അച്ഛനെയും മകളെയുമാണ് ഞാൻ എൻ്റെ ഗസ്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. സോ ലെറ്റ് മീ വെൽക്കം നമ്മുടെ സ്വന്തം സൈജു ചേട്ടൻ ആൻഡ് ദേവുട്ടി. ഹലോ. മെയ് 17-ാം തീയതി ഇറങ്ങാൻ പോകുന്ന ഗൂഢവിശേഷങ്ങളുമായിട്ടാണ് രണ്ടാളും ഇന്ന് എന്നെ ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സിനിമാ വിശേഷങ്ങളും മറ്റു വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. സൈജു ചേട്ടാ, ട്രെയിലർ കണ്ടിരുന്നു, കിടിലനായിട്ടുണ്ട്, രണ്ടുപേരും അമേസിങ് പെർഫോമൻസ്. അപ്പം ആദ്യം ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ദേവുട്ടിക്ക് ഒരു ടോക്കൺ ഓഫ് അപ്രിസിയേഷൻ കൊടുത്തുകൊണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇതിനു മുമ്പ് എനിക്ക് മണിയൻപിള്ള രാജു സാറിൻ്റെയും നിരഞ്ജേട്ടൻ്റെയും ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ രാജു സാറ് പറയുണ്ടായി, പണ്ട് മഞ്ജു വാര്യരെ കണ്ണെഴുതി പൊട്ടും തൊട്ട് സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്തത് അവരുടെ ഒരു പെർഫോമൻസ് കണ്ടിട്ടാണ്. അതുപോലെ തന്നെ മാളികപ്പുറം കണ്ടുകൊണ്ടിരുന്നപ്പോൾ മണിയൻപിള്ള രാജു സാറ് പറയാണ്, ഈ കുട്ടിയാണ് ഗൂലെ ആ ഒരു കേന്ദ്ര കഥാപാത്രം, മിന്നു പറയുന്ന കഥാപാത്രം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫിലിം മുമ്പോട്ട് കൊണ്ടുപോകാമെന്ന്. അവൻ അത്രയും വലിയ ഒരു വെറ്ററൻ പേഴ്സന്റെ കയ്യിൽ നിന്ന് ഈ ഒരു ചെറിയ സുന്ദരി കുട്ടിക്ക്, എക്സ്ട്രീംലി ടാലന്റഡ് ആയിട്ടുള്ള ഈ ഒരു ചെറിയ സുന്ദരി കുട്ടിക്ക് അങ്ങനെ ഒരു വാക്കുകൾ കേൾക്കാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ് അല്ലേ? ഹൗ ഗുഡ് യു ഫീൽ അബൌട്ട് ദാറ്റ്? ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാൻ മാളികപ്പുറത്തിന് ശേഷം അഭിനയിച്ച മലയാള സിനിമയാണ്. മാളികപ്പുറത്തിന് ശേഷം ഞാൻ തമിഴിൽ അഭിനയിച്ചു. അപ്പോൾ അത് മണിയമ്പിള്ള രാജങ്ങളാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അത് ഞാനും സൈജങ്ങൾ അച്ഛനും മകളായിട്ട് പിന്നെ അഭിനയിച്ച സിനിമയാണ്. അപ്പോൾ ഇതിൽ അഭിനയിക്കാൻ കഴിഞ്ഞത് ഒത്തിരി സന്തോഷമുണ്ട്. സന്തോഷമായിട്ട് തോന്നുന്നല്ലേ? ആക്ച്വലി സൈജേട്ടാ, നിങ്ങൾ രണ്ടുപേരെയും ഇപ്പം ആ ഒരു അച്ഛനും മകളുമായിട്ടേ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് അങ്ങ് ഒരു ശിരപ്രതിഷ്ഠ പോലെ അങ്ങ് ഇരിക്കുവാണെന്ന് തോന്നുന്നു. അവിടെ ഒരു റീപ്ലേസ്മെന്റ് ഇപ്പോൾ പോസിബിൾ അല്ല എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെയല്ല. സി, റീപ്ലേസ്മെന്റ് ഈസ് പോസിബിൾ, ബട്ട് ദ തിങ് ഇസ് ദാറ്റ് ആ മാളികപ്പുറം എന്ന് പറഞ്ഞ സിനിമയിൽ ആ ഒരു കോമ്പിനേഷൻ ഓഡിയൻസ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നത്, ഇപ്പം രാജേട്ടൻ പറഞ്ഞില്ലേ ദേവനന്ദ ഉണ്ടെങ്കിൽ ഈ സിനിമ നടക്കുള്ളൂ. അപ്പൊ ദേവനന്ദ ഉള്ള കാരനാണ് എനിക്കൊരു ചാൻസ് കിട്ടിയത് ഈ സിനിമയിൽ അഭിനയിക്കാൻ. ഐ മീൻ ഇത്രയും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു, ഞാൻ അങ്ങനെ ഒരു ഹൊറർ ജോണർ ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. ഭൂതകാലം അത് പക്ഷെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇതായിരുന്നു. ഇത് വരുമ്പോഴത്തേക്ക് ഒരു ഫാമിലി ഹൊറർ, ഒരു നമ്മൾ ഈ പഴയ അന്ധവിശ്വാസങ്ങളെ പറ്റിയൊക്കെയുള്ള അത് വെച്ച് ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. സോ ദാറ്റ് ഐ എം ഡൂയിങ് ഫോർ ദ ഫസ്റ്റ് ടൈം. അപ്പോൾ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി ബിക്കോസ് ഓഫ് ദേവനന്ദ ആക്ച്വലി. അപ്പൊ ദേവു ആണോ ഈ ഒരു സിനിമയിലേക്ക് ആദ്യമായിട്ട് എത്തുന്നത്? ഞാനല്ല ആദ്യമായിട്ട് വരുന്നത്, നിരഞ്ജൻ ചേട്ടനാണ് ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിരഞ്ജൻ ചേട്ടൻ്റെ അടുത്ത് കഥ പറഞ്ഞു. പിന്നെ നിരഞ്ജൻ ചേട്ടനും മണിയമ്പിള്ള രാജങ്ങളും വന്നു. പിന്നെ മനുച്ചേട്ടൻ അച്ഛൻ്റെ അടുത്ത് കഥ പറഞ്ഞു. അങ്ങനെയാണ് എത്തിയതെന്നല്ലേ? ഓക്കെ, ചേച്ചി ചോദിക്കട്ടെ, സൈജേട്ടൻ്റെ കൂടെ അച്ഛൻ മകളായിട്ട് അഭിനയിക്കുമ്പോഴേ ആ ഒരു കെമിസ്ട്രി ഇപ്പൊ ഭയങ്കര നല്ല പോലെ വർക്ക്ഔട്ട് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ടോ ആസ് എൻ ആക്ടർ? സൈജങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആണ്. നമുക്ക് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ പിന്നെ മാളികപ്പുറത്തിന് ശേഷമാണ് അഭിനയിച്ചത്.
അപ്പോൾ നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെയും സൈജോങ്ങളുടെ കൂടെ അഭിനയിക്കുന്നത്. ഈ മാളികപ്പുറം എന്ന് പറയുന്ന സിനിമ നിങ്ങൾ രണ്ടുപേരുടെയും കരിയറിൽ ഒരു മൈൽ സ്റ്റോൺ തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ സൈജേട്ടാ? ലൈക്ക് അഭിചേട്ടൻ ചോദിച്ച ഒരു ക്വസ്റ്റൻ ആയിരുന്നു, ഇനിയിപ്പോൾ മാളികപ്പുറം 2 വരുമ്പോഴത്തേക്കും നീ എന്തായാലും ഇത് സൈജുവിനോട് ചോദിക്കണം എന്നോട് പറയായിരുന്നു, അദ്ദേഹം ഉണ്ടാകുമോ എന്ന്. അതായത് ഫസ്റ്റ് പാർട്ട് നമുക്കറിയാൻ വെച്ചുപോയി, എന്നാലും പ്രീക്വൽ ആയിരിക്കും ഷൂട്ട് ചെയ്തെങ്കിൽ ചേട്ടൻ ഉണ്ടാകുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അഭിചേട്ടൻ. അല്ല, എൻ്റെ ആഗ്രഹം പ്രീക്വൽ വരണമെന്നാണ്, എന്നാലേ ഞാൻ ഉണ്ടാവുള്ളൂ. സോ അതൊരു മൈൽ സ്റ്റോൺ തന്നെയാണ്. ബിക്കോസ് അതുവരെയും കുട്ടികൾ ഒക്കെ എന്നെ അറിഞ്ഞുകൊണ്ടിരുന്നത് അറക്കലബു ആ ഒരു ഇതിലായിരുന്നു. പക്ഷേ മാളികപ്പുറത്തിന് ശേഷം കല്ലൂൻ്റെ അച്ഛൻ എന്നുള്ളൊരു, ഇപ്പം പേരൻസ് എന്നെ കാണിച്ചു കൊടുക്കുന്നത് കല്ലൂൻ്റെ അച്ഛൻ ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കാണിച്ചു കൊടുക്കാറുണ്ട്. അതിനു മുമ്പ് അബു അങ്കിളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ആൻഡ് ദിസ് മൂവി ബിക്കെയിം എ ബിഗ്, വെരി ബിഗ്, നമ്മൾ വിചാരിച്ചതിനേക്കാളും വലുതായി. ആൻഡ് ഈ മൂവി റിലീസായ സമയം എന്ന് പറയുന്നത് OTT ഒക്കെ ഭയങ്കരമായിട്ട് ഫ്ലറിഷായി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾ ഓവർ ദ വേൾഡ് കുറേ പേര് ഈ സിനിമ കണ്ടിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് മാളികപ്പുറം ഡിസംബർ ലാസ്റ്റ് റിലീസായി, മാർച്ചിലാണെന്ന് തോന്നുന്നു, ഞാൻ ജോധ്പൂരിൽ CCLൻ്റെ ഒരു മാച്ച് കഴിഞ്ഞ വർഷം കളിക്കാൻ വേണ്ടി പോകുന്നത്. അവിടെ ഐ കുഡ് സീ ദാറ്റ് ചില ആൾക്കാർ എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പം അവിടെ നമ്മൾ റാഡിസൺ ബ്ലൂവിൽ ആണെന്ന് തോന്നുന്നു താമസം, എനിക്ക് ഓർമ്മയില്ല, അത് മാരിഡ് സംതിങ് സം ഹോട്ടൽ. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ ഇപ്പം നമ്മൾ ഇവിടെ പുറത്തിറങ്ങുമ്പോഴത്തേക്കും സ്മൈല് എക്സ്ചേഞ്ച് ചെയ്യുമല്ലോ നമ്മൾ ആൾക്കാരെ കാണുമ്പോഴത്തേക്കും. അപ്പോൾ അവിടെ 2 പേര് റെസ്റ്റോറൻറ്റിൽ നിൽപ്പുണ്ട്, അവിടുത്തെ എംപ്ലോയീസ് ആണ്. അവർ കുറേ നേരമായിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരെ നോക്കിയിട്ട് ഞാൻ ജനറലി സ്മൈൽ ചെയ്തു. ചിലപ്പോഴൊക്കെ സ്മൈൽ തിരിച്ച് കിട്ടാറില്ല, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ജനറലി സ്മൈൽ തിരിച്ച് കിട്ടും, ദേ അക്നോളജ്. അപ്പോൾ ഇവർ അക്നോളജ് ചെയ്തു. സോ ദേ കെയിം ടു മീ ആൻഡ് സെഡ് ദാറ്റ് വി വാണ്ട് ടു ഹാവ് എ സെൽഫി വിത്ത് യു. അപ്പോൾ ഞാൻ ഇവരുടെ പേര് വായിച്ചപ്പോഴത്തേക്കും എന്തോ രാജ്പൂത്തും എന്തോ സിംഗുമാണ്. അപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻസ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ സിനിമ കണ്ടിട്ടുണ്ടോ? ഹാ, ആപ്കാ വോ മല്ലികാപുരം ബഹുത് അച്ഛാ മൂവി, മല്ലികാപുരം. അപ്പം അത് അവിടെ വരെ എത്തിയിരിക്കുന്നത്. അതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ കന്നഡയിലൊരു സൂപ്പർ സ്റ്റാർ ഉണ്ട്, ഗണേഷ് എന്ന് പറഞ്ഞ അദ്ദേഹം എന്നോട് വന്നിട്ട് മാളികപ്പുറമിൽ ഭയങ്കര നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, വെരി ഗുഡ് മൂവി എന്നൊക്കെ പറഞ്ഞു. ഇതേപോലെ ഞാൻ പിന്നെ ജോധ്പൂർ എയർപോർട്ടിൽ തിരിച്ചെത്തുമ്പോഴത്തേക്കും അവിടെയും ഈ പറഞ്ഞ പോലെ അവിടെ പോലീസുകാർ, അതിൻ്റെ അകത്ത് ഒരാൾക്ക് എന്നെ മനസ്സിലായി, ഓ അയ്യപ്പ വാല മൂവി ആപ്നെ കാം കിയ എന്നൊക്കെ ചോദിച്ചു. സോ അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര റീച്ചാണ് പിന്നെ. സോ അത് ഇറ്റ്സ് എ ബിഗ് മൈൽ സ്റ്റോൺ ഇൻ മൈ കരിയർ. തീർച്ചയായിട്ടും. ലൈക്ക് ഹൗ ഓൾഡ് ആർ യു? ലൈക്ക് ഞാൻ ഇപ്പോൾ ജൂലൈയിൽ 11. ലൈക്ക് ചെറിയ കുട്ടിയാണ്, ഇത്രയും വലിയൊരു സക്സസിന്റെ എപ്പിറ്റമിലൊക്കെ നിൽക്കുമ്പോൾ അത് അതിന്റെ ഒരു സീരിയസ്നെസ്സോ അല്ലെങ്കിൽ ലൈക്ക് ഡു യു റിയലൈസ് ലൈക്ക് വാട്ട്സ് ഹാപ്പനിങ് അറൗണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ? ഐ ഡു റിയലൈസ്. എന്താണത്? ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് ഭയങ്കര സന്തോഷം, സുധാമൂർത്തി മാമിനെയൊക്കെ മീറ്റ് ചെയ്യുന്ന ആ ഒരു അവസരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇത്രയും ചെറിയ പ്രായത്തിലെ ഇത്രയും മൈൽ സ്റ്റോൺസ് ഇങ്ങനെ കടന്നു പോകുമ്പം എനിക്ക് ഭയങ്കര സന്തോഷം അത് കാണുമ്പോൾ. ഫീലിംഗ് സോ പ്രൗഡ് ഓഫ് യു. അപ്പം ഹൗ ഡു യു ഹാൻഡിൽ ഈ ഒരു സക്സസ് ഒക്കെ? സക്സസ് ഇപ്പോൾ എനിക്ക് ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുന്നത് തന്നെ എൻ്റെ പാരൻസിൻ്റെയും എൻ്റെ ടീച്ചേഴ്സിൻ്റെയും സപ്പോർട്ട് കാരണമാണ്. ഇപ്പോൾ അവർ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഫീൽഡിൽ ചിലപ്പോൾ നിൽക്കാൻ പറ്റില്ല. ഇപ്പം അച്ഛനും അമ്മയും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും എൻ്റെ അച്ഛനെയാണ് കാണുന്നത്. ചിലർ വിചാരിക്കും അമ്മയില്ലേ, അപ്പോൾ അമ്മ ഒരു സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയിയാണ്, അമ്മയ്ക്ക് ലീവ് എടുക്കാൻ പറ്റില്ല. പക്ഷെ അമ്മ ഞങ്ങളുടെ പുറകിലും ഞങ്ങളുടെ ബാക്ക് ബോണായിട്ട് നിൽക്കുന്നുണ്ട്. അമ്മയാണ് എല്ലാം പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ അമ്മയും അമ്മമ്മയും. അപ്പോൾ എനിക്കൊരു സൈഡിൽ കൂടെ അങ്ങനെ പഠിത്തം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ അച്ഛനാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് സിനിമ ഫീൽഡിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റുന്നതും അതും ഇങ്ങനെ വലിയ വലിയ ആൾക്കാരെ കാണാൻ പറ്റുന്നതും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ആൾക്കാരുടെയൊക്കെ മനസ്സിൽ മാളികപ്പുറമായിട്ടാണ് അല്ലേ നമ്മൾ പ്രതിഷ്ഠിച്ച് വച്ചിരിക്കുന്നത് ദേവുട്ടീനെ. അപ്പം ഞാൻ ആക്ച്വലി ഒരു ഫോട്ടോ കാണിക്കാം കേട്ടോ. ഇത് ആക്ച്വലി 2018 എടുത്ത ഒരു ഫോട്ടോ ആണ്. ഇത് കണ്ടോ? ഞാൻ കുഞ്ഞിതായിരുന്നു. അത്
പ്രിൻസ് പട്ടുവാവയുടെ സുന്ദരിക്കുട്ടിയുടെ അതിന് അതെ അതെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോ അതെ അന്ന് ആ ഷോ ഹോസ്റ്റ് ചെയ്തത് ഞാനായിരുന്നു. അപ്പം അന്ന് ഇദ്ദേഹം അവിടെ വന്നിട്ടുണ്ടായിരുന്നു ആസ് എ കോntestant. അതിൽ പ്രൈസും വിൻ ചെയ്തു കേട്ടോ, ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരുന്നു. അപ്പൊ അന്ന് ഞാൻ അമ്മയെ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ലൈക്ക് ബാക്ക് സ്റ്റേജ് ഡ്രസ്സ് മാറ്റി ആൻഡ് ഷീ വാസ് ലൈക്ക് അത്രയും കുട്ടികളുടെ ഇടയിൽ നിന്നും ഒരു എക്സ്ട്രാ ചാം, ഒരു കരിഷ്മ ഹോൾഡ് ചെയ്ത ഒരാളായിരുന്നു. അപ്പൊ അന്നേ നമുക്കിങ്ങനെ തോന്നിയിരുന്നു ദിസ് ഗേൾ വുഡ് ബി ഗോയിങ് പ്ലേസസ് എന്നുള്ളൊരു കാര്യം. ലൈക്ക് ഈ ഒരു ജേർണി ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ എന്താണ് ദേവുട്ടിക്ക് തോന്നുന്നത്? ഒത്തിരി സന്തോഷമുണ്ട്. കാരണം മാളികപ്പുറം എൻ്റെ 12ാമത്തെ സിനിമയാണ്. അതിന് മുമ്പ് 11 സിനിമകൾ അഭിനയിച്ചു. ആർക്കും അങ്ങനെ അറിയില്ലായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഞാൻ തൊട്ടപ്പം എന്ന് പറഞ്ഞൊരു മൂവി അഭിനയിച്ചിട്ടുണ്ട്, ആദ്യത്തെ മൂവി. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അഭിനയിച്ചു, നല്ല നല്ല മൂവീസ് അഭിനയിച്ചിട്ടും ആർക്കും എന്നെ അറിയില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു സങ്കടമായിരുന്നു. ഇപ്പം നമ്മൾ ചോദിക്കണം ഇന്ന മൂവി കണ്ടിരുന്നു, അപ്പോൾ അവർ കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ പറയണം ഇന്ന സീനിൽ കണ്ടിരുന്നോ, അപ്പോൾ അവർ അപ്പോൾ എനിക്കത് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഇത്രയും മൂവീസ് അഭിനയിച്ചു എന്നിട്ടും ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയും, അച്ഛൻ എന്താണ് ആൾക്കാർ തിരിച്ചറിയാത്ത? അപ്പോൾ അച്ഛൻ പറയും ഒരു കല്ലിനും തിളക്കണ്ട. അന്നേരം നമ്മൾ എത്ര അതിനെ ഒളിപ്പിച്ച് പിടിച്ചാലും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കൈ വേദനിച്ച് നമ്മൾ വിടും, അപ്പോൾ അതിൻ്റെ തിളക്കം പുറത്ത് വരും. അങ്ങനെ എൻ്റെ 12ാമത്തെ മൂവിയായിരുന്നു മാളികപ്പുറം. അതിനൊത്തിരി ഞാൻ അഭിലാഷ് ചേട്ടനെ താങ്ക് ചെയ്യുന്നുണ്ട്. അഭിലാഷ് ചേട്ടനെയും വിഷ്ണു ചേട്ടനും ഉണ്ണിച്ചേട്ടനും അവരൊത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ മൂവിയുടെ സമയത്ത്. അപ്പോൾ ആ മൂവി കാരണം ഇപ്പോൾ എല്ലാവർക്കും എന്നെ അറിയാം, എവിടെ പോയാലും എല്ലാവരും വരും, ഫോട്ടോ എടുക്കും. ഇപ്പോൾ അത് കാരണം എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നുണ്ട്. നല്ലതേ. ഓ ഗ്രേറ്റ്. എന്നാലും സൈചേട്ടാ, ഇനി നമുക്ക് സൈചേട്ടൻ്റെ കഥാപാത്രത്തെ പറ്റിയിട്ട് നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞൊരു ഗുയിലെ. ഗുയില് പറഞ്ഞ പോലെ ദേവുവിൻ്റെ ഫാദറിൻ്റെ ക്യാരക്ടറാണ്. പിന്നെ ഇപ്പം മാളികപ്പുറത്തിൽ നമ്മളൊരു വില്ലേജ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ്. ഇത് കുറച്ചുകൂടെ urban ഇതാണ്. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വരുന്നതാണ്, പട്ടാമ്പി പോലത്തെ ഒരു സ്ഥലത്ത്. ആൻഡ് ഇയാളും ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെയൊക്കെ ജനറേഷനിൽ ഗ്രാൻഡ് പാരൻസ് പറഞ്ഞു തന്നിരിക്കുന്ന പല കഥകളും ഉണ്ടല്ലോ, പേടിപ്പിക്കുന്ന രീതിയിലുള്ള പല കഥകളും. അതൊക്കെ ഇയാളെയും പണ്ട് കൊച്ചിലെ ഫീഡ് ചെയ്തിട്ടുണ്ട്. സോ ഹി ഈസ് ട്രൈങ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദാറ്റ് ആൻഡ് ഹി ഹാസ് ഓൾറെഡി ഗോട്ടൺ ഔട്ട് ഓഫ് ദാറ്റ്. ബട്ട് സ്റ്റിൽ എവിടേക്കോ ഇതിൻ്റെ പല കാര്യങ്ങളും ഇങ്ങനെ ചെറുതായിട്ട് കിടപ്പുണ്ട്. ഇനിയിപ്പോൾ അതിൽ കൂടുതൽ ഞാൻ അപ്പം ആ ഒരു രീതിയിൽ ഇത് സ്റ്റോറി പോകുന്നത് ദേവുവിൻ്റെ ഒരു ഇതിലാണ്. ഷീ ഈസ് ആക്ച്വലി ദ പ്രൊട്ടാഗനിസ്റ്റ് ആൻഡ് അവരുടെ ഒരു മോളുടെ ഇതിൽ ബാക്കി നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ കഥയും കൂടെയാണത്. സോ കസിൻസായിട്ട് കുറച്ച് അധികം കുട്ടികളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര രസമായിരുന്നു അവരുമായിട്ടുള്ള സീൻസൊക്കെ. ഈ ലൈക്ക് ഒരു ഹൊറർ എലമെന്റ് ഉള്ള ഒരു പ്രോജക്റ്റിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നതെന്ന് ചേട്ടൻ പറഞ്ഞല്ലോ. ഹൗ വാസ് ദാറ്റ് എക്സ്പീരിയൻസ്? സോ ഞാൻ ഉദ്ദേശിച്ചത് ആക്ച്വലി ഭൂതകാലം ഞാൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ് വാസ് ഓൾസോ അഗൈൻ എ ഹൊറർ മൂവി. ബട്ട് ഈ ടൈപ്പ് ഓഫ് ഒരു മൂവി, അതായത് ഭയം ഭയങ്കരമായിട്ട് മുഖത്ത് വരിക, അലർച്ച, ദേഷ്യപ്പെടുക, നമ്മൾ ആ ഒരു ട്രെയിലറിൽ തന്നെ അതൊക്കെ ശരിയാണ്. അത് ചിലപ്പം ഇല്ല, അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഐ മീൻ ഹൊറർ മൂവീസ് അല്ലാത്ത മൂവീസിലൊക്കെ ഈ പറഞ്ഞ പോലെ പേടിയും വേദനയും ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇത് ദിസ് ടൈപ്പ് ഓഫ് മൂവി, ഒരു ഫാമിലി ഹൊറർ, ഒരു തറവാട്, ജോയിൻറ്റ് ഫാമിലി, അവിടെ ഈ അന്ധവിശ്വാസം കൊണ്ടുണ്ടാകുന്ന പല പ്രശ്നങ്ങളും, അപ്പോൾ അങ്ങനത്തേക്കുള്ള ഒരു ഗുളികൻ ഇസ് എ മെയിൻ ക്യാരക്ടർ ഇൻ ദിസ് മൂവി. ഗുളികൻ്റെ ഒരു ഷോർട്ട് ഫോം പോലെയാണ് ഗു. അതെ. അപ്പോൾ ഇന്നലെയാണ് മോള് പറഞ്ഞപ്പോഴാണ് അറിയുന്നത് അതിന് ഡാർക്ക്നെസ് എന്ന് പറഞ്ഞൊരു അർത്ഥം കൂടെ ഉണ്ട്. സാൻസ്ക്രിറ്റ് വേർഡാണ് ഗു എന്ന് പറഞ്ഞാൽ. ഇദ്ദേഹം ഇങ്ങനെ ഭയങ്കര റിസർച്ച് ചെയ്ത് പോകും. അത് നമ്മുടെ ഡയറക്ടർ ചേട്ടൻ മനച്ചേട്ടൻ ഭയങ്കര ഒരു പ്രത്യേക ഒരു നമ്മൾ എടുത്തു നോക്കിയ ചേട്ടന് ഭയങ്കര സ്പെഷ്യാലിറ്റീസ് ഉള്ള ചേട്ടനാണ്. അപ്പോൾ ചേട്ടൻ നമ്മൾ ചോദിച്ചു ഗു എന്ന് പറയുമ്പോൾ പുളികൻ്റെ ഗു ആണോ? അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇല്ല, അതിന് സാൻസ്ക്രിറ്റിൽ ഡാർക്ക്നെസ് എന്നും അർത്ഥമുണ്ട്. ചേട്ടാ ഇതിങ്ങനെ റിസർച്ച് ചെയ്ത് പോലെ ദൈവം ഇങ്ങനെ ഒരു ക്യാരക്ടറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പറയോ? So that was a very good experience acting with a lot of people. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരു വർക്ക്ഷോപ്പ് മനു കണ്ടക്ട് ചെയ്തിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഓൾറെഡി എല്ലാവരും ഇവർ കുട്ടികൾ തമ്മിലൊരു അവർ ഓൾറെഡി ജെല്ല് ചെയ്തായിരുന്നു. നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് ഷൂട്ട് ചെയ്ത് തീർക്കാൻ പറ്റി സിനിമയാണ്.
ഓൾറൈറ്റ്. ഇനി സൈജാന്റെ അടുത്ത് ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. നമ്മൾ കുറേ ഈ സിനിമ കുറേ കെട്ടുകഥകളും അല്ലെങ്കിൽ ഷാജോൻ ചേട്ടൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്ത് ഒരു ഗോസ്റ്റ് എൻകൗണ്ടർ പേടിയായിട്ടുള്ള ഒരു സംഭവം ഷെയർ ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ സിൻസ് ദിസ് ഇസ് എ ഹൊറർ ഫിലിം, ഞാൻ ചോദിക്കുകയാണ്, ചേട്ടൻ്റെ ലൈഫിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ഗോസ്റ്റ് എൻകൗണ്ടർ ഭയങ്കരമായിട്ട് പേടിച്ചു പോയൊരു ഇൻസിഡന്റ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പേടിച്ചു പോയ ഇൻസ്റ്റൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഗോസ്റ്റിനെ അങ്ങനെ കോൺഫ്രണ്ട് ചെയ്യേണ്ട ഒരു ഇത് വന്നിട്ടില്ല. അങ്ങനെ കോൺഫ്രണ്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല. എന്റെ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞ ഒരു കണ്ടെന്നൊക്കെ പറഞ്ഞു, പക്ഷേ ഐ നെവർ സോ ഇറ്റ്. അതെന്തായിരുന്നു കഥ? അല്ല, അങ്ങനെ പ്രത്യേകിച്ചൊരു കഥ. നമ്മൾ പണ്ട് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് സ്ഥലങ്ങൾ നമ്മൾ അന്വേഷിക്കുമല്ലോ, ഫ്രീ ആയിട്ട് കിടക്കുന്ന ഗ്രൗണ്ട്സ്. അപ്പം നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും അവിടെ ഒരു വലിയ ഗണറുണ്ട്. അതിൻ്റെ അകത്ത് ഇവന്മാരൊക്കെ വന്നിട്ട് പറഞ്ഞ് ബോൾ പോയപ്പോഴത്തേക്കും ബോൾ എടുക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ പ്രയത്നം കണ്ടെന്നൊക്കെ പറഞ്ഞ് അത് ചിലപ്പം പറ്റിക്കാൻ വേണ്ടി ചിലപ്പോൾ ആൾക്കാർ കുക്ഡ് അപ്പ് സ്റ്റോറീസ് ഉണ്ടാക്കുമല്ലോ. ഇതേപോലെ നമ്മൾ പഠിച്ചിരുന്ന സ്കൂള് ഒരു സെൻറ്റ് ജോസഫ് കോൺവെന്റ് എന്ന് പറഞ്ഞ കാംറ്റി എന്ന് പറഞ്ഞൊരു സ്ഥലം നാഗ്പൂരിൽ. അപ്പോൾ അവിടെ പണ്ടെങ്ങാണ്ട് ആരോ സൂസൈഡ് ചെയ്തിട്ടുണ്ട് ആ സ്ഥലത്ത്. അപ്പോൾ അവരുടെ ഗോസ്റ്റിനെ ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിന്റെ പുറകിൽ കാണാന്നൊക്കെ അങ്ങനെയൊക്കെ പറയാറുണ്ട്. കുറച്ച് കാട് പിടിച്ച സ്ഥലമാണ്. അപ്പം ആ ഏരിയ പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കുകയും ചെയ്യുമല്ലോ, ആ കാടിൻ്റെ അടുത്ത് ആരും പോകാറില്ല. പിന്നെ ഈ ചേർത്തല നമ്മൾ തറവാട്ടിൽ താമസിക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരു വീട് കഴിഞ്ഞാൽ പിന്നെ പറമ്പാണ്, അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വീട് കുറച്ച് അപ്പുറത്താണ്. അപ്പോൾ അവിടേക്ക് രാത്രി ആകുമ്പോഴത്തേക്കും ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് ഈ ഇടിമിന്നൽ വരുമ്പോഴത്തേക്കും നമ്മൾ ജനലിൽ കൂടെ പുറത്ത് നോക്കുമ്പോഴത്തേക്ക് വാഴയിലേക്ക് ഇങ്ങനെ കാറ്റൊക്കെ കാണുമല്ലോ, അനങ്ങുമ്പോഴത്തേക്കും അത് നമുക്ക് ആരോ അവിടെ നിൽക്കുന്നല്ലോ, ഗോസ്റ്റൊന്നും അല്ല, പക്ഷെ ആരോ മനുഷ്യൻ നിൽക്കുന്ന പോലെയൊക്കെ അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. ജനൽ നമ്മൾ പെട്ടെന്ന് അടച്ചു കളയും, അങ്ങനെയൊക്കെയുള്ള പേടികൾ ഉണ്ടായിട്ടുണ്ടെന്നല്ലേ? ഓക്കെ. ഇനി ഇന്നലെ നിങ്ങൾ രണ്ടുപേരും ഇന്റർവ്യൂവിൽ എൻ്റെ ഗസ്റ്റ് ആണെന്ന് പറഞ്ഞപ്പം ഞാൻ അഭിചേട്ടനോട്, അഭിചേട്ടാ എന്തെങ്കിലും ഒരു 2 ചോദ്യം ഇവരുടെ രണ്ടാളോട് ഒന്ന് ചോദിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ മെയിൻലി സൈജാന്റെ അടുത്താണ് അഭിചേട്ടൻ ചോദിച്ചിട്ടുള്ളത്. ഞാൻ ആ ക്വസ്റ്റൻ ഒന്ന് പ്ലേ ചെയ്യാം, അപ്പം അതിനുള്ള ഉത്തരം സൈജേട്ടൻ തരണം. ഓക്കെ? എനിക്ക് പേഴ്സണലി ചോദിക്കാനുള്ള ചോദ്യം ഡേറ്റ് തരാമെന്ന് മാത്രമാണ്, അല്ലാതെ ഞാൻ എന്ത് ചോദിക്കാനാ? അടുത്ത അദ്ദേഹത്തിന്റെ പടത്തിൽ ഡേറ്റ് കൊടുക്കാമെന്നാണ് അഭിചേട്ടൻ ചോദിച്ചിട്ടുള്ളത്. ഇതിപ്പം എന്താണ്, ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി ക്യാച്ച് പിടിക്കുന്ന പോലെയാണ്. ഞാൻ അഭിലാഷിനെ കാണുമ്പോൾ പറയും, അഭിലാഷ് ഇപ്പം അടുത്ത പടത്തിൽ ഞാൻ ഉണ്ടല്ലോ അല്ലേ, ചേട്ടൻ ഡേറ്റ് തരുമല്ലോ അല്ലേ. ഞാൻ ചോദിക്കണം, പുള്ളി എന്നോട് ചോദിക്കണം ഡേറ്റ് വരുമെന്ന്. അത് അങ്ങനത്തെ ഒരു ബോൾ ഗെയിം നടക്കുവാണ് ഞങ്ങൾ. പക്ഷെ അടുത്ത വിഷ്ണു തന്നെയാണ് നമ്മുടെ മാളികപ്പുറം ഡയറക്റ്റ് ചെയ്ത വിഷ്ണു ശശിശങ്കറിന്റെ സിനിമയാണ് അഭിലാഷ് അടുത്ത് എഴുതുന്നത്. അപ്പം അതിൻ്റെ അകത്ത് ഞാനും മോളും ഒക്കെ ഉണ്ടെന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയൊരു ന്യൂസ്. ഒരു മാളികപ്പുറം ടീം വീണ്ടും വരുന്നു എന്നുള്ള രീതിയിൽ അല്ലേ? ഓ നൈസ്. വേറൊരു ചോദ്യം കൂടെ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ അഭിചേട്ടാ. അഭിചേട്ടൻ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, ഞാൻ പ്ലേ ചെയ്യാവേ. ആനന്ദ് ശ്രീബാല സഹിച്ചോണ്ട് അഭിനയിച്ചിട്ടുണ്ടേ. സഹിച്ചോണ്ട് ചോദിച്ചാൽ മതി, മാളികപ്പുറത്തിലെ കടബാധ്യതയായ അച്ഛനിൽ നിന്ന് ആനന്ദ് ശ്രീബാലയിൽ പോയപ്പോഴുള്ള ഡിഫറൻസ് എന്താ ചോദിച്ചാൽ എന്താണ് ചേട്ടാ ഒരു ഡിഫറൻസ്? അല്ലല്ലേ, ഇതിൻ്റെ അകത്ത് എനിക്കൊരു അതിൻ്റെ അകത്ത് ഞാൻ അൺഎംപ്ലോയിഡാ. ഏതില്? മാളികപ്പുറത്തില്. ഇതിൻ്റെ അകത്ത് എനിക്കൊരു എംപ്ലോയ്മെന്റ് വന്നിട്ടുണ്ട്. ഞാൻ DYSP ആയിട്ടാണ് അഭിനയിക്കുന്നത്. അതുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥനാണ്, ശമ്പളമൊക്കെ എല്ലാ മാസവും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് വലിയ പ്രാരാബ്ദവും കാര്യങ്ങളൊന്നും ഇല്ല. ഈ ചോദ്യമാണ് അഭിചേട്ടൻ്റെ അടുത്ത് എടുത്ത് ചോദിക്കാൻ പറഞ്ഞത്. അപ്പം ചേട്ടൻ്റെ ഭാഗത്ത് ഇനി അടുത്ത ഓക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, ഓക്കെ ആനന്ദ് ശ്രീബാലയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷമൊക്കെ ചെയ്ത് മറ്റേ കടബാധ്യത ഒന്നുമില്ല, പൈസ ഒക്കെ ഉണ്ട്, ഇനിയിപ്പോൾ ഒരു പ്രൊഡ്യൂസർ കൂടി ആവാൻ പോണം ഭരതനാട്യത്തിലൂടെ. വാട്ട് ഇസ് ഇറ്റ് അബൌട്ട് ചേട്ടാ? Bharatanatyam, it's a family comedy movie. Yeah, so Bharatanatyam, lot of people send me and my wife, പിന്നെ തോമസ് തിരുവല്ല ഫിലിംസ് ആണ് മെയിൻ പ്രൊഡ്യൂസേഴ്സ്. അപ്പം പുള്ളിക്കും ഡയറക്ടേഴ്സിനും ഒക്കെ ഒരുപാട് ഭരതനാട്യം കളിച്ചിട്ടുള്ള വീഡിയോസൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു. ദേ ക്യാൻ ബി പാർട്ട് ഓഫ് ദ മൂവി എന്നൊക്കെ പറഞ്ഞു. യാ, സോ ദ ടൈറ്റിൽ ഈസ് വെരി ക്യാച്ചി ആൻഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് എ ഫാമിലി. ഒരു ചാലക്കുടി ഭാഗത്തുള്ള ഒരു ജോയിൻറ്റ് ഫാമിലിയാണ്, അവരുടെ ഒരു കഥയാണ്. ആൻഡ് ഇറ്റ്സ് എ പക്ക കോമഡി മൂവി. യാ, കോമഡി മൂവീസ് ആക്ച്വലി നമുക്ക് കുറച്ചുകൂടെ സേഫ് സോണാണ് കോമഡി മൂവി. ഇപ്പം നമ്മളിപ്പോൾ ഒരു ത്രില്ലർ മൂവി എടുക്കുകയാണെങ്കിൽ അത് അത്രയും തിയേറ്ററിലൊക്കെ വിജയിക്കും എന്നുള്ളത് നമുക്കറിയില്ല. ഇതിപ്പം നമുക്ക് കുറച്ചുകൂടെ അറിയാം ആൾക്കാർ ഏതൊരു, ഇപ്പം ചില ആൾക്കാർക്ക് ത്രില്ലേഴ്സ് മാത്രമേ ഇഷ്ടമുള്ളൂ, പക്ഷെ കോമഡി എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ജോണറാണ്. ചിലർക്ക് ത്രില്ലർ പിടിക്കില്ല, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. സോ അതുകൊണ്ടൊരു സേഫ് സോണിൽ അങ്ങനത്തെ ഒരു കോമഡി മൂവി നമ്മൾ എടുക്കാമെന്ന് പ്ലാൻ ചെയ്തതാണ്. ചേട്ടനിപ്പം ആക്ട് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യാൻ ഇഷ്ടം കോമഡി ഫിലിംസ് ആണോ?
എനിക്ക് ആക്ച്വലി കുറച്ചുകൂടെ സീരിയസ് ക്യാരക്ടേഴ്സാണ് എനിക്കിഷ്ടം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആനന്ദ് ശ്രീബാല എന്ന് പറഞ്ഞ അഭിലാഷ് എഴുതിയ പടം, അതിനകത്ത് കുറച്ചുകൂടെ സീരിയസ് ക്യാരക്ടറാണ്, DYSPയുടെ ക്യാരക്ടറാണ്. മറ്റേത് കോമഡി എന്ന് പറഞ്ഞാൽ നമുക്ക് കയ്യിൽ നിന്ന് പോകുന്നൊരു സംഭവമാണ്. അത് ആ ടൈമിങ്ങിനനുസരിച്ച് നമ്മൾ ഡയലോഗ് പറയണം, പിന്നെ റിയാക്ട് ചെയ്യണം. അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. പക്ഷേ രണ്ടും ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ പോലെ. പക്ഷെ കുറച്ചുകൂടെ അറ്റ് ഈസ് എനിക്ക് ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് വലിയ ടെൻഷൻ ഇല്ല എന്നൊക്കെ പറയുന്നത് എനിക്ക് സീരിയസ് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴാണ്. കോമഡി വർക്കൗട്ട് ഇച്ചിരി അല്ലേ, ആൾക്കാരെ ചിരിപ്പിക്കാനാണ് പാട് എന്ന് പറയും. ഇനി അടുത്തായിട്ട് ഞാൻ ഇതിനു മുമ്പും സൈചാൻ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ഞാൻ സൈചാനോട് ചോദിച്ചിട്ടില്ല. നമുക്ക് വേണ്ടിയിട്ട് എബ്രഹാം ചേട്ടന് പാടാൻ പറ്റാഞ്ഞ പാട്ട് പൂമാനമ്മേ രണ്ടുപേര് എന്നോട് എൻ്റെ തൊട്ട് മുമ്പുള്ള ഇന്റർവ്യൂവിൽ എന്നോട് പറഞ്ഞ് അത് പാടാൻ വേണ്ടിയിട്ട്. ചേട്ടൻ പാടിയോ? ഞാൻ പാടിയില്ല. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത് ക്യാമറ ഓഫ് ആയതിനു ശേഷം ഞാൻ പാടി. അതെന്താ ചേട്ടാ അങ്ങനെ? ഇപ്പൊ നമുക്ക് രണ്ടുപേരും ഓക്കെ. പക്ഷെ ദേവുട്ടി പാട്ട് പാടും. ദേവുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ദേവുട്ടി പാടുന്ന പാട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്തോട്ടെ? എനിക്ക് നങ്ങേലി പൂവേ. ഞാൻ വെസ്റ്റേൺ മ്യൂസിക് പഠിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വെസ്റ്റേൺ പാട്ട് കേൾക്കാം അല്ലേ? ഞാൻ തൽക്കാലം മഞ്ഞളിപ്പൂ തന്നെ പാടിത്തരാം. മഞ്ഞളിപ്പൂവേ കുന്നോളം ദൂരെ ഒന്നായി പോവണ്ടേ, ചെങ്ങാതിവാവേ നിന്നോട് കൂടെ കണ്ണായി ഞാനില്ലേ, ചെറുനാട്ടുപാതകളിൽ കനവിൻ്റെ മാമലയിൽ തളരാതെ നീ ചുവടേറവേ തണലായി ഞാൻ അരികെ, മഞ്ഞളിപ്പൂവേ കുന്നോളം ദൂരെ ഒന്നായി പോവണ്ടേ, ചെങ്ങാതിവാവേ നിന്നോട് കൂടെ കണ്ണായി ഞാനില്ലേ. അടിപൊളി. അപ്പം എന്തായാലും ഞങ്ങളുടെ സ്വന്തം കല്ലൂസിന് ഓൾ ദ വെരി ബെസ്റ്റ്. സൈചേട്ടാ ഗുഡ് ലക്ക് ടു യു ഓൾസോ. ഒരുപാട് പ്രോജക്ട്സ് രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് വരട്ടെ. ഒരു സ്പെഷ്യൽ വെൽക്കമിങ് നമ്മൾ എന്തായാലും ഗൂന് തരുന്നതായിരിക്കും. കാരണം നമ്മൾ ഈ ഒരു എലമെന്റ് കണ്ടിട്ട് കുറച്ചായി. അപ്പോൾ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ. താങ്ക് യു സോ മച്ച് കല്ലു. താങ്ക് യു.